നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ 2024 ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങൾ കഴിഞ്ഞു. ഒറ്റ കളി പോലും ഈ വർഷം ബ്ലൂ ടൈഗേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരാശാജനകമായിട്ടുള്ളൊരു വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. 2014 ശേഷം ആദ്യമായിട്ടാണ് ഒരു വർഷം കളിച്ച ഒറ്റ കളിയും ഇന്ത്യയുടെ ടീം വിജയിക്കാതിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം മലേഷ്യക്കെതിരെ 1-1 സമനില. മലയാളി താരം വിപിൻ മോഹനൻ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറി. അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഇറക്കിയത്. കുറച്ച് നേരത്തെ ഇറക്കാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1-1 സമനിലയിൽ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി സമനില ഗോൾ കണ്ടെത്തിയത് രാഹുൽ ബേക്കിയായിരുന്നു. ഈ കളിയിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് 11 ഗുർപ്രീത് സിംഗ് സന്ധു, രാഹുൽ ബേക്കെ, അൻവർ അലി, സന്ദേശ് ജിങ്കൻ, സുരേഷ് സിംഗ്, ബ്രണ്ടൻ ഫെർണാണ്ടസ്, റോഷൻ സിംഗ്, ഇർഫാൻ യാദവ്, ലാലിയൻസ്വാല ചാങ്തെ, ലാലങ് മാവിയ റാൽട്ടെ, ഫറൂഖ് ചൗധരി എന്നിവരായിരുന്നു. കളിയിൽ ആ ഒരു ഗോൾ ഇന്ത്യ വഴങ്ങിയത് വലിയ നിരാശയുണ്ടാക്കുന്ന തരത്തിലാണ്. ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ ഒരു മിസ് ജഡ്ജ്മെൻ്റാണ് ആ ഒരു ഗോളിലേക്ക് വഴിവെച്ചത്. അദ്ദേഹം ആ ഒരു അറ്റാക്ക് വരുന്നത് കണ്ട് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് കയറി. ബട്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിലൂടെ പന്ത് പോയി. വളരെ അനായാസം, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗോളാണ് അവിടെ പൗലോ യോസു മലേഷ്യക്ക് വേണ്ടി നേടിയത്. കമൻറ്റേറ്റർ പറഞ്ഞ പോലെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഗോളായിരിക്കും അവിടെ പിറന്നിട്ടുണ്ടാവുക. അതൊരു വലിയ അബദ്ധമായിരുന്നു ഇന്ത്യൻ ഗോൾ കീപ്പറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. എന്തായാലും മറുപടി ഗോൾ വന്നു. കളിയുടെ 39ാമത്തെ മിനിറ്റിലാണ് രാഹുൽ ബേക്കയുടെ ഗോൾ പിറക്കുന്നത്. ബ്രണ്ടൻ്റെ ആ ഒരു കോർണറിൽ നിന്നാണ് ഹെഡറിലൂടെ രാഹുൽ ബേക്കെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും പിന്നീട് വിജയ ഗോൾ വന്നില്ല എന്നുള്ളതാണ് നിരാശയുണ്ടാക്കിയത്. 1-1 സമനിലയിൽ മത്സരം അവസാനിക്കുമ്പോൾ എന്തായാലും ആരാധകർ, മലയാളി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സന്തോഷം പകരുന്ന കാര്യം അവസാന ഘട്ടത്തിൽ വിപിനെ ഇറക്കി. വിപിൻ്റെ അരങ്ങേറ്റം, ദേശീയ ടീമിനായിട്ടുള്ള അരങ്ങേറ്റം സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ്. കളി ഒരിക്കൽ കൂടി വിജയിക്കാതെ ഇന്ത്യൻ ടീം കളിക്കളം വിട്ടു. ഈ വർഷം വിജയമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.